ഹായ് ഫ്രണ്ട്സ്, വളരെ കൗതുകരമായ ഒരു ചിന്ത പങ്കുവയ്ക്കാം. ഒരു കുളത്തിൽ ഒരു പൂച്ച ചത്ത് കിടക്കുകയാണ്. ആ വീട്ടുകാർ ആ കുളത്തിലെ വെള്ളത്തിൽ കുറേ ഉപ്പിട്ടു, കുറേ മണലിട്ടു, കുറച്ച് കരിയിട്ടു. വെള്ളം ശുദ്ധീകരിക്കാനുള്ള പരിശ്രമങ്ങളാണ്. മറ്റൊരു എഫേർട്ട് എടുത്തത് ആ വെള്ളം തിളപ്പിച്ചുപയോഗിക്കാനായിട്ട് പരിശ്രമിച്ചു. പല രീതിയിലുള്ള മെക്കാനിസംസ് ട്രൈ ചെയ്തു. ഈ സ്ട്രാറ്റജികൾ പെർഫെക്റ്റ് ആണോ? ഈ സ്ട്രാറ്റജികൾ പെർഫെക്റ്റ് അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം ആ ചത്ത അഴുകി കിടക്കുന്ന പൂച്ചയെ കുളത്തിൽ നിന്നും എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. കാരണം കോടാനുകോടി അണുക്കളുമായി അഴുകിയ പൂച്ച ആ കിളത്തിൽ കിടക്കുന്ന കാലത്തോളം ആ വെള്ളത്തിന് ശുദ്ധിയില്ല. ഇനി ആ പൂച്ചയെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ കുളം ഒന്ന് വറ്റിച്ച് മുഴുവൻ വെള്ളവും പുറത്തേക്ക് കളഞ്ഞ് ഒന്ന് കഴുകി വീണ്ടും ഒന്നുകൂടെ വൃത്തിയാക്കി, നന്നായിട്ട് വൃത്തിയാക്കി, അതിൽ കരിയും മണലുമൊക്കെ നിക്ഷേപിച്ച് ഉപ്പിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റൊക്കെ ഇട്ട് പിന്നീട് ഊറി വരുന്ന ജലം നമുക്ക് തിളപ്പിച്ചാറ്റി നമുക്ക് ഉപയോഗിക്കാം, കുടിക്കാം, എന്തിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇതുപോലെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി. കുഞ്ഞുനാൾ മുതൽ നമ്മുടെ വ്യക്തിത്വത്തിൽ പല കാര്യങ്ങൾ അടിഞ്ഞു കൂടി കിടപ്പുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ, അധ്യാപകർ പറഞ്ഞ കാര്യങ്ങൾ, മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയത്, നമ്മളെ കൂട്ടത്തിൽ കൂട്ടാത്തത്, എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ കളിയാക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്ത ആ വേദനയുടെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഹിഡൻ മൈൻഡിൽ, ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ആ ഉപബോധ മനസ്സിനെ വൃത്തിയാക്കാത്ത കാലത്തോളം നമുക്ക് ശരിക്കുമുള്ള ഒരു ഹീലിംഗ് കിട്ടുകയില്ല. നമ്മുടെ ഉപബോധ മനസ്സ് അൺഹീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാം. ധാരാളം രോഗങ്ങൾ മനസ്സിൽ നിന്ന് ആരംഭിച്ച് ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രോഗങ്ങളാണ്. അങ്ങനെ ആന്തരികമായ ഒരു ഇന്നർ എൻജിനീയറിങ്, ഒരു ഇന്നർ ഹീലിംഗ് നടത്താൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സൈക്കോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. മനഃശാസ്ത്രം, ആധുനിക മനഃശാസ്ത്രം നമുക്ക് നൽകിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിലിറ്റിയുള്ള രണ്ട് വലിയ സംഭാവനകളാണ്. ഒന്ന് എറിക് ബേണിൻ്റെ ട്രാൻസാക്ഷണൽ അനാലിസിസ്, രണ്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള ഉപബോധ മനസ്സിലുള്ള അസ്വസ്ഥതകളെല്ലാം മാറ്റിക്കളഞ്ഞ് നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഡോപ്പമിനും സെറട്ടോണിനും ഓക്സിറ്റോസിനും ഒക്കെ നിറയ്ക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ഉള്ളിൽ നമ്മളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഒരു ഫൗണ്ടേഷനാക്കി മാറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇന്നർ ഹീലിംഗ് പ്രോഗ്രാമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. നമുക്ക് നമ്മുടെ ഉള്ള് ശുദ്ധീകരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ചത്തഴുകി കിടക്കുന്ന പൂച്ചയെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് റാഡിക്കൽ സ്റ്റെപ്പ്. താങ്ക് യു.